സ്ട്രക്ചറലും ഒക്കെ നോക്കുക കേട്ടോ, ടൈപ്സ് ഓഫ് ഐസോമേഴ്സ് ഒക്കെ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊക്കെ എന്തായിരുന്നു? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്തൊക്കെയായിരുന്നു ഹെഡിങ്ങുകൾ പറഞ്ഞോക്കെ. ടോപ്പിക്കുകൾ വെച്ചാൽ മതി. ഡബിൾ സാൾട്ട്, കോംപ്ലക്സ് സാൾട്ട്, പിന്നെ എന്തൊക്കെ പഠിച്ചു? ടൈപ്സ് ഓഫ് ലിഗാൻഡ്സ് മുമ്പ് കുറച്ച് ഡെഫിനിഷൻസ് പഠിച്ചു. എന്താ കോർഡിനേഷൻ, ടൈറ്റി, സെൻട്രൽ ആറ്റം, അല്ലെ? ടൈപ്പ് ഓഫ് ലിഗാൻഡ്സ് പഠിച്ചു, ഐസോമർസും പഠിച്ചു. ഇനി നമ്മളിന്റെ ഈ കോർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ തിയറീസ് ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏറ്റവും ഇമ്പോർട്ടൻസ് VBT എന്ന് പറയുന്ന വാലൻസ് ബോണ്ട് തിയറി ആണ്. അതിനൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ജസ്റ്റ് എഴുതാനേ ഉള്ളൂ, അതിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് തിയറി ആയിട്ട് പറയുന്നു. ഒന്ന് വെർണേഴ്സ് കോർഡിനേഷൻ തിയറി എന്നാണ്. സയന്റിസ്റ്റ് ആൽഫ്രഡ് വെർണർ ആണ് ഈ തിയറി കണ്ടുപിടിച്ചത്. അദ്ദേഹം പറയുന്നത് ഹി സ്റ്റഡീഡ് അമിനോ കോംപ്ലക്സസ് ഓഫ് കോപ്പർ, പ്ലാറ്റിനം എക്സെട്ര ആൻഡ് പ്രപ്പോസ് ദ ഫോളോയിങ് പോസ്റ്റ്ലേറ്റ്സ്. അദ്ദേഹം കുറച്ച് അമിനോ ആസിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോംപ്ലക്സുകൾ ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം ഈ തിയറി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ, ഒരു 7 മെറിറ്റുകൾ അല്ലെങ്കിൽ ആ തിയറി എന്താണെന്ന് പറയുന്നുണ്ട്. അപ്പം 2-3 ഡിമെറിറ്റ്സും പറയുന്നുണ്ട്. ഒന്നാമത്തത്, എവ്രി മെറ്റൽ ഹാസ് 2 ടൈപ്സ് ഓഫ് വാലൻസി. ഏതൊരു മെറ്റൽ എടുത്താലും അതിന് 2 തരം വാലൻസി. വാലൻസി എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ട്രാ അതിന്റെ ഷെല്ലിലുള്ള ആളാണ്, അല്ലെ? അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആവാണ്ട് ഇരിക്കുന്ന ഷെല്ലിനെയാണ്, ഇലക്ട്രോണുകളെയാണ് വാലൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഷെല്ലിനെ വാലൻസ് ഷെൽ എന്ന് പറയും, അല്ലേ? അപ്പൊ ആ വാലൻസ് ഷെല്ല്, വാലൻസികൾ അങ്ങനെ പൊതുവെ നോക്കുമ്പോൾ 2 തരം വാലൻസികളാണ്. ഒന്ന് പ്രൈമറി വാലൻസിയും ഒന്ന് സെക്കൻഡറി വാലൻസിയും. അതിലെ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ അയണൈസബിൾ ആണ്. അവർ വേഗം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ഒന്നുകിൽ പോസിറ്റീവ് ആയണോ അല്ലെങ്കിൽ നെഗറ്റീവ് ആയണോ കിട്ടും. അപ്പൊ പ്രൈമറി വാലൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അയൺ ആവാനുള്ള സാധ്യതയുള്ള വാലൻസികളെയാണ്, അയണൈസബിൾ ആയിട്ടുള്ള വാലൻസികളെയാണ് പ്രൈമറി എന്ന് പറയുന്നത്. അപ്പൊ സെക്കൻഡറി വാലൻസി എന്തായിരിക്കും? സെക്കൻഡറി വാലൻസി എന്തായിരിക്കും? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. എന്താ? അപ്പൊ മനസ്സിലായല്ലോ, 2 തരം വാലൻസി ഉണ്ട്, പ്രൈമറി ആൻഡ് സെക്കൻഡറി. പ്രൈമറി എന്ന് പറഞ്ഞാൽ അയനൈസബിൾ ആണ്, സെക്കൻഡറി എന്ന് പറഞ്ഞാൽ നോൺ അയനൈസബിൾ ആണ്. ആദ്യത്തെ പോസ്റ്റ്ലേറ്റ് കിട്ടിയല്ലോ, ഈ സയന്റിസ്റ്റ് പറഞ്ഞ ആദ്യത്തെ തിയറിയുടെ കണ്ടന്റ് കിട്ടിയില്ലേ? രണ്ടാമത്തത് പ്രൈമറി വാലൻസി എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ് ആ വാലൻസി എന്ന് നമുക്ക് ഫിഗർ നോക്കുമ്പോൾ മനസ്സിലാവില്ല, അല്ലെ? നമ്മളെല്ലാം ഷെല്ല് വരയ്ക്കുമ്പോൾ ഏതാണ് പ്രൈമറി ഏതാണ് സെക്കൻഡറി എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം കണ്ടെത്തിയത് പ്രൈമറികളെ ഡോട്ടഡ് ലൈനുകളും സെക്കൻഡറി വാലൻസിന് തിക്കായിട്ടുള്ള വരയായിരിക്കും. ഗ്യാപ്പുള്ള വരകൾ പ്രൈമറിയും ഗ്യാപ്പ് ഇല്ലാതെ ഒറ്റ വര പോലെ പോകുന്നത് സെക്കൻഡറി. മൂന്നാമത്തത്, പ്രൈമറി വാലൻസി ഗിവ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ മെറ്റൽ, സെക്കൻഡറി വാലൻസി ഗിവ്സ് കോർഡിനേഷൻ നമ്പർ ഓഫ് എ മെറ്റൽ. നമ്മുടെ പ്രൈമറി വാലൻസികൾ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയാണ് തരുന്നത്, അതായത് ഇനി എത്രണ്ണം കൊടുക്കാനുണ്ട് എത്രണ്ണം വേണം. സെക്കൻഡറി വാലൻസി എന്ന് പറയുമ്പോൾ കോർഡിനേഷൻ നമ്പർ തന്നെയാണ് തരുന്നത്. എന്തായിരുന്നു കോർഡിനേഷൻ നമ്പർ? മെറ്റലുകൾ ഡൊണേറ്റ് ചെയ്യാൻ ഇരിക്കുന്ന അതിനോട് ഏത് മെറ്റലാണോ വന്ന് കൂടിച്ചേരുന്നത് അതിന്റെ എണ്ണത്തെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ ആയിട്ട് പറഞ്ഞത്, അല്ലെ? അപ്പൊ ആ എണ്ണത്തിനെയാണ്, ആ എണ്ണവുമായിട്ടാണ് സെക്കൻഡറിക്ക് ബന്ധം. പ്രൈമറിക്ക് എന്ത് ബന്ധമാണുള്ളത്? ഓക്സിഡേഷൻ സ്റ്റേറ്റുമായിട്ട്. പ്രൈമറിക്ക് എന്ന് പറയുമ്പോൾ എത്ര എണ്ണത്തിനാണെങ്കിലും കൊടുക്കാം, പോസിറ്റീവ് ഓക്സിഡേഷനും നെഗറ്റീവ് ഓക്സിഡേഷനും ആയിട്ടുള്ള മെറ്റൽ വന്ന് ചേരുന്നത് തന്നെ ഓക്സിഡേഷൻ ഈ പോസിറ്റീവ് നെഗറ്റീവ് ചാർജിനോടായിരിക്കും. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുമ്പോൾ ഈ വന്ന് ചേരുന്ന മെറ്റലുകൾ ആയിട്ടുള്ള ലിഗാൻഡുകളെയാണ് കോർഡിനേഷൻ നമ്പേഴ്സ് ആയിട്ട് പറയുന്നത്. അപ്പൊ സെക്കൻഡറി വാലൻസി കോർഡിനേഷൻ നമ്പറിനെയും പ്രൈമറി വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റിനെയുമാണ് നൽകുന്നത്. നാലാമത്തത്, പ്രൈമറി വാലൻസി ഈസ് സാറ്റിസ്ഫൈഡ് ബൈ നെഗറ്റീവ് അയോൺ. പ്രൈമറി വാലൻസികൾക്ക് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ കൂടുതൽ അവരെ ഓക്കെ ആകുന്നത് നെഗറ്റീവ് അയോണുകൾ, നെഗറ്റീവ് ചാർജ് അവർക്ക് കിട്ടുമ്പോഴാണ്. സെക്കൻഡറി വാലൻസി സാറ്റിസ്ഫൈ ചെയ്യുന്നത് നെഗറ്റീവ് അയോൺസും വേണം അവർക്ക്, ന്യൂട്രലും വേണം. ഇതിൽ ഏതെങ്കിലും ഒന്നായാലും അവർ ഓക്കെയാണ്. പ്രൈമറിക്ക് നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, നമ്മുടെ സെക്കൻഡറിക്ക് ആണെങ്കിൽ നെഗറ്റീവ് ആയാലും ന്യൂട്രൽ ആയാലും കുഴപ്പമില്ല. അഞ്ചാമത്തത്, എവ്രി മെറ്റൽ ഹാസ് എ ഫിക്സഡ് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി. ഏത് മെറ്റൽ എടുത്താലും സെക്കൻഡറി വാലൻസികൾ ഫിക്സഡ് ആയിരിക്കും. ഇത്ര എണ്ണം എന്ന് പറഞ്ഞത് കൃത്യമായിരിക്കും, ചേഞ്ചസ് ഒന്നും വരില്ല. In order to satisfy this requirement, some negative ions may perform dual character, that is, they act as primary, secondary valency simultaneously. അതായത് നമ്പർ ഓഫ് സെക്കൻഡറി വാലൻസി എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് ആയിരിക്കും. അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമറിക്കും സെക്കൻഡറിക്കും ഉള്ള ഒരു റോള് ചെയ്യാനായിട്ട്
നമ്മുടെ നെഗറ്റീവ് അയോൺസിനാണല്ലോ, പ്രൈമറിക്കായാലും സെക്കൻഡറിക്കായാലും ഇഷ്ടം. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് അയോണുകൾ, പ്രൈമറിയും സെക്കൻഡറി വാലൻസികളും എന്താണ് സൈമൾട്ടേനിയസ് ആയിട്ട് മാറി മാറിക്കൊണ്ടിരിക്കും. അതിൽ സെക്കൻഡറി എന്ന് പറയുന്നത് എപ്പോഴും പെർമനന്റ്. ആറാമത്തത് പ്രൈമറി വാലൻസി നോൺ ഡയറക്ഷണൽ ആണ്, അതിന് ഡയറക്ഷൻ ഒന്നുമില്ല. അപ്പൊ എന്തായിരിക്കും? സെക്കൻഡറി വാലൻസി ഡയറക്ഷണൽ ആണ്. ഒരു ഫിക്സഡ് സ്പേസ്, അതായത് എവിടെയാണോ അവർക്ക് ബാലൻസ് വേണ്ട ഇലക്ട്രോണുകൾ ഉള്ളത് അവിടേക്ക് ഡയറക്റ്റ് പോകുന്ന ആൾക്കാരാണ് പ്രൈമറി. സെക്കൻഡറി. പ്രൈമറിക്ക് അങ്ങനെയൊന്നുമില്ല. പ്രൈമറി എവിടെയാണെന്ന് വെച്ചാൽ അത് ലാഗ് ആയിട്ടായിരിക്കും പോവുക. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാൽ അതേ ഡയറക്ഷൻ നോക്കിയിട്ടായിരിക്കും പോവുക. പ്രൈമറി ഈസ് നോൺ ഡയറക്ഷണൽ, സെക്കൻഡറി ഈസ് ഡയറക്ഷണൽ. ഏഴാമത്തത്, സിൻസ് സെക്കൻഡറി വാലൻസി ആർ ഡയറക്ഷണൽ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഹാവ് എ ഡെഫിനിറ്റ് ജോമെട്രി ആൻഡ് ദേ ഷോ ഐസോമർസം. സെക്കൻഡറിക്ക് ഡയറക്ഷണൽ ആയതുകൊണ്ട്, പ്രൈമറി ഡയറക്ഷൻ അല്ല എന്ന് പറഞ്ഞു, അപ്പൊ അത് അവിടെ വെച്ച് കഴിഞ്ഞു. ഡയറക്ഷൻ ആണെങ്കിൽ അവർക്ക് കുറച്ച് പ്രത്യേകതയുണ്ട്. അവർക്കൊരു ജോമെട്രി ഉണ്ട്, അവർക്കൊരു ഫിഗർ ഉണ്ട്, അവർക്ക് ഐസോമർസ് ഉണ്ട്. സ്ട്രക്ചറലോ ഒപ്റ്റിക്കലോ ഏത് വേണേലും ആവാം, പക്ഷെ അവർക്ക് ഐസോമർസം ഫോളോ ചെയ്യും. മനസ്സിലായ? അപ്പൊ 7 കാര്യങ്ങളാണ് വെർണേഴ്സ് കോർഡിനേഷൻ തിയറിയിലുള്ളത്. 7 കാര്യം സിമ്പിൾ അല്ലേ? പ്രൈമറി എന്താണ്, സെക്കൻഡറി എന്താണെന്നുള്ള ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ടേബിൾ ആയിട്ട് വരച്ചിട്ട് പഠിക്കാം, അല്ലെ? അപ്പൊ അങ്ങനെ പഠിക്കുകയാണെങ്കിൽ വേഗം ഇതുപോലെ എഴുതാനും പറ്റും. ഓക്കെ. ഇനി ഇതിന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. വെർണർ കുഡ് നോട്ട് എക്സ്പ്ലെയിൻ വൈ ഓൺലി certain elements to form coordination compound. എല്ലാ എലമെന്റുകളും കോർഡിനേഷൻ കോമ്പൗണ്ട് ആവാതെ വളരെ കുറച്ച് എലമെന്റുകൾ മാത്രമേ കോർഡിനേഷൻ കോമ്പൗണ്ട് ആയുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെർണർ പറഞ്ഞിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ തിയറിയിൽ ഉള്ളൊരു നെഗറ്റീവ്. മനസ്സിലായോ? ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ why only certain elements form coordination compound. അതേപോലെ also he could not explain directional nature of bonds in coordination compounds and their magnetic and optical properties. അവര് അതേപോലെ തന്നെ ഡയറക്ഷണൽ ആയിട്ടുള്ള സെക്കൻഡറിനെ കുറിച്ച് പറഞ്ഞു, പക്ഷെ അവരുടെ മാഗ്നറ്റിക്കും ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്, അവർക്ക് ജോമെട്രി ഉണ്ടെന്ന് പറഞ്ഞു എന്നല്ലാതെ എന്താണോന്നോ അല്ലെങ്കിൽ ഏത് ജോമെട്രിയാണ്, ആ ജോമെട്രിയിൽ എന്തൊക്കെ പ്രത്യേകത ഉണ്ടെന്ന് അവർ പറഞ്ഞില്ല. മനസ്സിലായോ? 2 ഡീമെറിറ്റ് ആയില്ലേ? ഒരെണ്ണം എന്താണ് കോർഡിനേഷൻ കോമ്പൗണ്ട്, എല്ലാ എലമെന്റുകളും എന്തുകൊണ്ട് കോർഡിനേഷൻ കോമ്പൗണ്ട് അല്ല എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. 2 ജോമെട്രിയാന്ന് പറഞ്ഞു, ആ ജോമെട്രിയിൽ ഒപ്റ്റിക്കലിന്റെയും മാഗ്നറ്റിക്കിന്റെയും ഒന്നും എന്ത് പറഞ്ഞില്ല, പ്രോപ്പർട്ടീസ് പറഞ്ഞില്ല. 2 ഡീമെറിറ്റ്സ്. ഏത് തിയറിയാണ്? വെർണേഴ്സ് കോർഡിനേഷൻ തിയറി. ഇതിനേക്കാളും ഒക്കെയും ഇത് തിയറി പാർട്ടിൽ ചോദിക്കാറുണ്ട് 2 or 3 ക്വസ്റ്റ്യൻസിൽ. വാലൻസ് ബോണ്ട് തിയറി എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുണ്ട്, നമുക്ക് അതിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതിന് തൊട്ടു മുന്നത്തെ പോയിന്റ് നോക്കുക. ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദ അബവ് പ്രോപ്പർട്ടീസ് മെനി തിയറീസ് സച്ച് ആസ് വാലൻസ് ബോണ്ട് തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, ലിഗാൻഡ് ഫീൽഡ് തിയറി ആൻഡ് മോളിക്കുലർ ഓർബിറ്റൽ തിയറി ആർ പ്രപ്പോസ്ഡ്. അദ്ദേഹം പറഞ്ഞ ഈ പ്രത്യേകതകൾ അനുസരിച്ചിട്ടാണ് ഇത്രയും തിയറികൾ പിന്നീട് വന്നിട്ടുള്ളത്. വെർണറിന്റെ തിയറിയാണ് ആദ്യമായി കണ്ടുപിടിച്ചത്, അതിന്റെ ബേസിലാണ് ഇത്രയും തിയറികൾ പിന്നീട് വന്നിട്ടുള്ളത്. അപ്പൊ അതില് ചിലപ്പോ എക്സ്പ്ലെയിൻ DBT എന്നാവും പറയാം. അത് വാലൻസ് ബോണ്ട് തിയറിയാണെന്ന് നമ്മൾ അറിയണം കേട്ടോ, ഷോർട്ട് ഫോമും പഠിക്കണം. അപ്പൊ വാലൻസ് ബോണ്ട് തിയറിയിലേക്ക് കടക്കാം. ഈ തിയറി കൊണ്ടുവന്നത് ലിനസ് പോളിംഗ് ആണ്. അദ്ദേഹം കുറച്ച് ഈ തിയറിക്ക് കുറച്ച് പോസ്റ്റുലേറ്റ്സ്, പ്രോപ്പർട്ടീസ് പറയും. ഒന്നാമത്തെ, in coordination compounds, the central metal atom provides some vacant orbitals in order to accommodate the electrons donated by the ligand. സെൻട്രൽ ആറ്റം, നമുക്ക് ഈ എലമെന്റിന്റെ സെൻട്രലിലുള്ള ആറ്റത്തിൽ കുറച്ച് സ്ഥലങ്ങൾ വേക്കന്റ് ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലേക്ക് വന്നു ചേരുന്ന ലിഗാൻഡുകൾ വന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്പേസ് നടുക്ക് കൊടുക്കുന്നത്. നമ്പർ ഓഫ് വേക്കന്റ് ഓർബിറ്റൽസ് ഫോംഡ് ഈസ് ഈക്വൽ ടു ദ കോർഡിനേഷൻ നമ്പർ ഓഫ് ദ മെറ്റൽ. ഈ എത്ര വാക്കന്റ് ആയിട്ട് കിടക്കുന്നുണ്ടോ അത് തന്നെയാണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ. കാരണം അത്രയും വന്ന് ഫില്ലായാലാണ് അതിന്റെ സ്റ്റെബിലിറ്റി കിട്ടുക. അതുകൊണ്ട് തന്നെ എത്ര വാക്കന്റ് സ്പേസസ് ഉണ്ടോ അത്രയും നമ്മൾ അതിന്റെ കോർഡിനേഷൻ നമ്പർ ആയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം മനസ്സിലായോ? രണ്ടാമത്തത്, the vacant orbitals of metal undergo hybridization to form a set of new orbitals called hybrid orbitals. This type of hybridization gives the shape of the compound. ഈ വാക്കന്റ് ആയിട്ട് വന്നിരിക്കുന്ന സ്പേസിൽ വേറെ ആൾക്കാർ വന്നിട്ട് ഫില്ല് ചെയ്തിട്ട് ആ ടേബിള് നമ്മൾ ഫില്ലാക്കും. അങ്ങനെ ഫില്ലാക്കുന്നതിന് നമ്മൾ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഹൈബ്രിഡൈസേഷൻ കംപ്ലീറ്റ് ആവുമ്പോഴാണ്
ആ കോമ്പൗണ്ടിന്റെ കറക്റ്റ് ഷേപ്പ് കിട്ടുക. ഈ വാക്കന്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് ഇൻകംപ്ലീറ്റ് ആണ്. അതിലേക്ക് വന്ന് ചേർന്ന് അത് ഫില്ലായി കഴിയുമ്പോഴാണ് ആ കോമ്പൗണ്ടിന്റെ ഷേപ്പ് ഇന്നതാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. മൂന്നാമത്തത്, ടെട്രാഹീഡ്രൽ, സ്ക്വയർ പ്ലാനർ, ഒക്ടാഹീഡ്രൽ കോംപ്ലക്സസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് sp3, dsp2 and d2sp3 hybridization respectively. ഇപ്പൊ sp3 ആണെന്ന് വിചാരിക്കുക. sp3 എന്ന് പറഞ്ഞാൽ എസിൽ ഒരെണ്ണം പിയില് 3 എണ്ണം. ഇങ്ങനെയാണ് ഫില്ലിങ് പോകുന്നതെങ്കിൽ അതിന്റെ ഷേപ്പ് ടെട്രാഹീഡ്രൽ ആയിരിക്കും. dsp2 ആണെങ്കിൽ സ്ക്വയർ പ്ലാനാർ, d2sp3 ആണെങ്കിൽ ഒക്ടാഹീഡ്രൽ. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ അതിന്റെ ഷേപ്പ് ഇത് തന്നെയാണ്. എത്ര ഏത് കോമ്പൗണ്ട് ആയാലും sp2 sp3 ആണെങ്കിൽ അത് ടെട്രാഹീഡ്രൽ ആണ്. ഷേപ്പ് മാറില്ല sp3 ആണെങ്കിൽ. ഓക്കെ, അടുത്തത്, ഈച്ച് ലിഗാൻഡ് ഷുഡ് കണ്ടെയ്ൻ അറ്റ്ലീസ്റ്റ് 1 പെയർ ഓഫ് ഇലക്ട്രോൺ. ഓരോ ലിഗാൻഡുകളും എലമെന്റിലേക്ക് വന്ന് ചേർന്ന് വാക്കന്റ് സ്പേസസ് ഫിൽ ആക്കുന്നു പറഞ്ഞു. അതിൽ ഒരു ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്തായാലും ഉണ്ടായിരിക്കും. 1 ligand is equal to 1 pair of electrons. രണ്ടാമത്തത്, vacant hybrid orbitals of a metal overlap with filled orbitals of a ligand to form ligand metal coordinate. വേക്കന്റ് ആയിട്ടിരിക്കുന്ന ഒരു മെറ്റല് ഫിൽ ആയിട്ടിരിക്കുന്ന മെറ്റൽ, അതായത് നമ്മൾ പറഞ്ഞല്ലോ സെൻട്രൽ ആറ്റത്തിന് ചുറ്റും നമ്മൾ എന്ത് ചെയ്യും, അതിന് ചുറ്റും വാക്കന്റ് ആയിട്ടുള്ള കുറച്ച് സ്പേസസ് ഉണ്ടാവും ലിഗാൻഡുകൾ വന്ന് ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഒരെണ്ണത്തിന്റെ അപ്പുറത്ത് എന്താണ് ഫിൽ ചെയ്ത ഓർബിറ്റൽ, ഒരെണ്ണം വാക്കന്റ് ഓർബിറ്റൽ. അപ്പൊ അവര് തമ്മിൽ എന്തായിരിക്കും, ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മെറ്റൽ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? എല്ലാം അൺഫിൽ ആയിട്ടിരിക്കില്ലല്ലോ. ഫില്ലായിട്ടും ഇൻകംപ്ലീറ്റ് ഫില്ലായിട്ട് നൽകിയിരിക്കുന്നുണ്ട്. ഇവർ 10 എണ്ണം ആണെങ്കിൽ 5 എണ്ണം ഫില്ലായിട്ടിരിക്കുന്നുണ്ടാവും, 5 എണ്ണം വാക്കന്റ് ആയിട്ടിരിക്കുന്നുണ്ടാവും. ആ വാക്കന്റും ഈ ഫില്ലായിട്ടും തമ്മിലുള്ള ബോണ്ടാണ് മെറ്റൽ കോർഡിനേറ്റ് ബോണ്ട്. ഇനി ആറാമത്തത്, ഇഫ് എ കോംപ്ലക്സ് കണ്ടെയ്ൻ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇറ്റ്സ് പാരാമാഗ്നറ്റിക് ആൻഡ് ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഓൺലി പെയർഡ് ഇലക്ട്രോൺ ഇറ്റ്സ് ഡയമാഗ്നറ്റിക്. ഇപ്പൊ അത് അവിടെയുള്ള ഇലക്ട്രോൺ പെയറിംഗ് നടന്നിട്ടില്ല, വേറൊരു എലമെന്റ് ആയിട്ട് പെയറിംഗ് നടന്നിട്ടില്ല, വാക്കന്റ് സ്പേസസ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ അതൊന്നും ചെയ്യാനുള്ള ഒറ്റയാണ്. അപ്പൊ അതുകൊണ്ട് പാരാമാഗ്നറ്റിക് ആണ്. അതേസമയം ഒരാളും കൂടി വന്നപ്പോ 2 എലമെന്റുകൾ കൂടി ചേർന്നില്ല, അപ്പൊ ദാറ്റ് ഈസ് ഡൈ, അപ്പൊ ഡയാമാഗ്നറ്റിക്. അപ്പൊ ഇതാണ് VBT തിയറി, വെരി ഇമ്പോർട്ടന്റ് തിയറി. 2 തിയറി ഇമ്പോർട്ടന്റ് ആണ്, അതിൽ കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് വാലൻസ് ബോണ്ട് തിയറിയാണ്. അപ്പൊ ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്, അത് ശ്രദ്ധിക്കണം കേട്ടോ. If it is usually possible to predict the geometry of complex from knowledge of its magnetic behavior of the basis of valence bond theory. നമ്മളിവിടെ ശരിക്കും പറയുന്നത് എന്താണ്, പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഒരു കോമ്പൗണ്ടിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിനെയാണ് നമ്മൾ ഇപ്പൊ ഈ VBT തിയറി കൊണ്ട് പറയാൻ പോകുന്നത്. കാരണം VBT തിയറി കൊണ്ട് പറയാൻ പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റത്തെ വെർണസ് തിയറിയിൽ ജോമെട്രി പറഞ്ഞെങ്കിലും അതിൽ മാഗ്നറ്റിക്കും ഒപ്റ്റിക്കും ഒന്നും പറഞ്ഞിരുന്നില്ല. അപ്പൊ അതിന്റെ മാഗ്നറ്റിക്കിനെ ബേസ് ചെയ്തിട്ടാണ് VBT ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അയാളുടെ ഡീമെറിറ്റിനെ കോമ്പൻസേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ലിനസ് പോളിംഗ് ഈ VBT തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, VBT തിയറി എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യണതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ എക്സ്പ്ലെയിനിങ് ദ മാഗ്നറ്റിക് ബിഹേവിയർ. അപ്പൊ അതില് നമ്മള് ഇനി ഇതിന്റെ ആപ്ലിക്കേഷൻ, ഒന്നാമത്തെ കോമ്പൗണ്ട് FeCN63 മൈനസ് FeCN 6 times 3 മൈനസ് ആണ്. 3 മൈനസ് മീൻസ് 3 എണ്ണം അതിലേക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് Fe എന്ന് പറയുന്ന ആള്, Fe എന്ന് പറയുമ്പോൾ അത് ആർഗനോട് തുല്യാണ്, Fe 26ാമത്തെ ആള്. അപ്പൊ അതുകൊണ്ട് ആളെ ഇവിടെ തന്നിട്ടുണ്ട് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണുള്ളത്. ആളുടെ നമ്മുടെ sp3 ഹൈബ്രിഡൈസേഷൻ എന്താ തന്നിരിക്കുന്നത്, Feയുടെ ആർഗൺ Fe26 എന്താണ്, ആർഗൺ 3d6 അതല്ല sp3 ഹൈബ്രിഡൈസേഷൻ. അപ്പൊ നമ്മൾ എന്താണ്, ഫുൾ ഹൈബ്രിഡൈസേഷൻ എഴുതില്ലല്ലോ, ഫുൾ നമ്മള് കോൺഫിഗറേഷൻ എഴുതില്ലല്ലോ. അപ്പൊ നമ്മൾ ലാസ്റ്റത്തെ 3dയുടെയും 4s2ന്റെയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, 3d എത്ര എണ്ണം തന്നിട്ടുണ്ട്, 3dയിൽ എത്ര എണ്ണം ഫിൽ ആയിട്ടുണ്ട്, എത്ര എണ്ണം അതിൽ എഴുതി തന്നിട്ടുള്ളത്, 3dയുടെ മുകളിൽ 6 എണ്ണം ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം 3dയില് 3d എന്ന് പറയുന്ന മൂന്നാമത്തെ ഡി ഷെല്ലില് എത്ര എണ്ണം ഫിൽ ആയിട്ടുണ്ട്, 6 എണ്ണം. 4s-ലോ നാലാമത്തെ s-ലോ 2 എണ്ണം. അതില് നമ്മൾ പറഞ്ഞു 3 എണ്ണം പ്ലസ് ആണെന്ന് പറഞ്ഞു, 3 + 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതിന്റെ അർത്ഥം ഈ തന്നിരിക്കുന്ന ആർഗണിൽ നിന്ന് 3 പേര് പോയി. ആ 3 ആള് പോകുമ്പോ 4s2 ആണ് പുറത്തു നിൽക്കുന്നത്, അതുകൊണ്ട് എസിലത്തെ 2 എണ്ണം പോയി. പിന്നെ ഒരെണ്ണം എവിടെ നിന്ന് പോകും, 4p അല്ല 3d കഴിഞ്ഞാൽ 4s. നമ്മൾ പറഞ്ഞു
ഓഫ് പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ഫില്ലിംഗ് ഓർഡർ പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇപ്പൊ തന്നിരിക്കുന്നത് വെച്ച് നോക്ക്. 3D6 4s2 നിന്ന് 3 എണ്ണം പോവാന്ന് പറഞ്ഞാൽ എസ് 2 എണ്ണം പോയി, 3D 1 എണ്ണം പോയി. അപ്പൊ കോൺഫിഗറേഷൻ എന്തായിട്ട് മാറും? 3D5 4s0 തന്നിട്ടുണ്ട് അവിടെ. അപ്പൊ FE ഇനി അപ്പൊ ആകെ 3Dയില് എത്ര എണ്ണേ ഉള്ളൂ? 5 എണ്ണേ ഉള്ളൂ. 3Dയില് 10 എണ്ണം കൊള്ളും. അപ്പൊ അതിന്റെ ബോക്സ് എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ 5 കോളംസ് ഉള്ള ബോക്സ് ആണ്. അതില് 2 എണ്ണം വെച്ച് കൊള്ളും. പക്ഷെ നമ്മുടെ കയ്യിൽ FEയിൽ ഇപ്പൊ ആകെ 5 എണ്ണേ ഉള്ളൂ. അതുകൊണ്ട് 5 എണ്ണം നമ്മൾ കൊടുത്തു. 5 എണ്ണ ഈ ബോക്സിൽ നമ്മൾ എഴുതി. മനസ്സിലായോ? In this complex, coordination number of FE is 6. Hence, the number of vacant required number is 6. In presence of ligand CN, 3 electrons in 3D get paired. ഇനി നമ്മള് ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഇതിപ്പോ നമ്മൾ എല്ലാം ഹാഫ്ലി ഫിൽഡേ ആയിട്ടുള്ളൂ. എല്ലാത്തിനും ഓരോന്നേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമുക്കത് എന്ത് ചെയ്യാം? 3D എന്ന് പറയുന്നത് ഓരോന്നിലും 10 എണ്ണം എന്ന് പറയുമ്പോൾ 2 2 2 2 2 അങ്ങനെ 5 കോളം ഫില്ല് ചെയ്തിട്ടാണ് 10 എണ്ണമായിട്ട് നമ്മുടെ 3D മാറുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 2 എണ്ണം വെച്ചിട്ട് ഫില്ല് ചെയ്ത്, ഈ 5 എണ്ണത്തിന് 2 എണ്ണമായിട്ട് ഫില്ല് ചെയ്യുമ്പോ 3 കോളത്തിലേക്ക് ചുരുങ്ങിയല്ലേ അത് കണ്ടോ? അപ്പൊ എന്തായി? ആദ്യത്തേല് 2 എണ്ണം, രണ്ടാമത്തെ 2 എണ്ണം, പിന്നെ ഒരെണ്ണം. കാരണം അത്രയല്ലേ ഉള്ളൂ. നമ്മുടെ ബാലൻസ് ബോണ്ട് തിയറി എഴുതാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാ FeCN6 3+ ആയിരിക്കും. അതായത് FeCN6 3 മൈനസ് ആണ്. 3 മൈനസ് ആണ്. അപ്പൊ 3 മൈനസ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ചെയ്താ. കാരണം Feയുടെയും CNന്റെ ഇടയിലാണ് നടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് 3 മൈനസ് മീൻസ് +3 ഓക്സിഡേഷൻ ആണ്. അതായത് എന്ത് ചെയ്യും? 3 എണ്ണത്തിന് ഇവർ കൊടുക്കും. അപ്പൊ കൊടുക്കുമ്പോഴാണ് അവർക്ക് പോസിറ്റീവ് ചാർജ് കിട്ടുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇതാണ്, FeCN6 3 ടൈംസിന്റെ ജോമെട്രി എഴുതാനായിട്ട് പറയും അക്കോർഡിംഗ് ടു വാലൻസ് ബോണ്ട് തിയറി. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതേണ്ടതെന്ന് വെച്ചാല്, ആദ്യം FeCN6 times 3 മൈനസ് എന്ന് പറയുമ്പോൾ Feയില് 3 മൈനസ് എന്ന് പറയുമ്പോൾ പ്ലസ് ആക്കിയിട്ട് അതിനെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചെയ്താൽ തന്നിരിക്കുന്നത് ഓപ്പോസിറ്റ് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? Fe എന്ന് പറയുന്നതിന്റെ 3 + 3 ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ Feയുടെ കോൺഫിഗറേഷൻ നമ്മൾ പഠിക്കണം. നമ്മൾ ആ 30 എണ്ണത്തിന്റെ കോൺഫിഗറേഷൻ എഴുതിച്ചത് ഓർമ്മയില്ലേ? അപ്പൊ അതേപോലെ എഴുതാൻ കിട്ടണം. ഇത് അവർ ക്വസ്റ്റ്യനിൽ തരത്തില്ല കേട്ടോ. അപ്പൊ നമ്മള് ലാസ്റ്റത്തെ 3D6 4s2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ ആദ്യം എഴുതും. Fe 26ാമത്തെ എലമെന്റ് ആണ്. 26ാമത്തെ ലാസ്റ്റത്തെ 2 കോൺഫിഗറേഷൻ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഡിയുടെ മെസ്സിന്റെ ഏറ്റവും ലാസ്റ്റത്തെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിന്റെ. നമ്മൾ അങ്ങനെ തന്നെയല്ലേ എഴുതിയതെന്ന്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ് Feയുടെ കോൺഫിഗറേഷൻ എഴുതി. പിന്നെ നമ്മളോട് ഒരു കാര്യം പറഞ്ഞു, +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അതായത് 3 എണ്ണം അതിൽ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ ആ 3 എണ്ണം പോയിട്ട് ബാക്കിയുള്ളത് അതിൽ എഴുതുക. ബാക്കി എത്ര എണ്ണം ഉണ്ടാവും? 3Dയിൽ ഒരു 5 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ കൂട്ടിന് വെറുതെ ബാക്കി 0 ആണെന്ന് കാണിക്കാൻ 4s0 എന്നും 4p0 എന്നും കൂടി എഴുതും. മനസ്സിലായോ? അവിടെ ഉണ്ടായിരുന്ന ആളാണ്, അയാൾ പോയി കഴിഞ്ഞപാട് 0 ആയി. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതുന്നത്. ഇനി നമ്മള് Fe3+ എന്ന് പറയുന്ന എലമെന്റിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കാണിക്കാൻ പോവാണ്. അതിന്റെ ഫിഗർ എന്ന് പറഞ്ഞാല് എസ്സിൽ 2 എണ്ണേ കൊള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഡിയില് എസ്സിൽ 2 എണ്ണം, പിയിൽ 6 എണ്ണം, ഡിയില് 10 എണ്ണം. 10 എണ്ണം എന്ന് പറയുമ്പോൾ 2 വെച്ച് എത്ര ബോക്സ് വേണ്ടി വരും? 5 എണ്ണം. അപ്പൊ നമ്മുടെ കോൺഫിഗറേഷൻ ഡി കഴിഞ്ഞിട്ടാണ് എസും പിയും വരുന്നത്. അതുകൊണ്ട് ആദ്യം ഡിയില് എത്ര ബോക്സ് വരയ്ക്കുക? 5 എണ്ണം. പിന്നെ എസിന് എത്ര എണ്ണം വരയ്ക്കണം? പിയോ 3 എണ്ണം. മനസ്സിലായോ? എന്നിട്ട് നമുക്കിപ്പോ തന്നിരിക്കുന്ന ലാസ്റ്റ് 3 എണ്ണം പോയി കഴിഞ്ഞിട്ട് ഡിയിൽ എത്ര എണ്ണം ഉണ്ട്? ഇനി 5 എണ്ണേ ഉള്ളൂ. ആ 5 എണ്ണം അവിടെ ആരോ കൊടുക്കുക. ആദ്യം മുകളിലേക്ക് ആരോ കൊടുക്കുക. രണ്ടാമത് ഇനിയിപ്പോ 6 എണ്ണ, ഇപ്പൊ ഈ 5 എണ്ണത്തിന് 6 ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ ബോക്സിൽ അടിക്ക് ആരോ കൊടുക്കുക. മനസ്സിലായോ? അങ്ങനെയാണ് അതിന്റെ ഓർഡർ. ലിനസ് പോളിംഗ് കണ്ടുപിടിച്ച ഓർഡർ അങ്ങനെയാണ്. ആദ്യം മുകളിലേക്ക് ആരോ കൊടുക്കും. അതിപ്പോ 5 എണ്ണം ആയതുകൊണ്ട് 5 ബോക്സും ഫില്ല് ചെയ്തു. ഇനി രണ്ടാമത് 6 വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തേതിൽ അടിയിലേക്ക് ആരോ കൊടുക്കും.
അപ്പൊ ഇതിപ്പോ എല്ലാം ഓരോന്നായിട്ട് ഫില്ല് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, പറ്റാവുന്നതിനെ കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഈ 5 എല്ലാ കോളത്തിലും ഫില്ല് ചെയ്യുമ്പോൾ ആദ്യത്തേതില് ഫില്ല് ചെയ്തു കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് പോകുമ്പോ എത്ര കോളത്തിൽ ഫില്ലാവും കംപ്ലീറ്റ് ആയിട്ട്? എത്ര എണ്ണത്തിൽ കംപ്ലീറ്റ്ലി ഫില്ല് ഈ 5 എല്ലാ ബോക്സിലും ഓരോന്നാ കൊടുത്തേ. 2 വെച്ച് ഓരോ ബോക്സിൽ കൊടുക്കുമ്പോ എത്ര ബോക്സിൽ ഫില്ലാവും? 5 നമ്മൾ ഓരോ ബോക്സിലും ഓരോന്നായിട്ട് കൊടുത്തില്ലേ 3Dയില്. അതിൽ 2 ഇപ്പൊ 1 ശരിക്കും 2 കൊള്ളുമല്ലോ. അപ്പൊ നമ്മൾ അതിൽ 1 2 ഫില്ല് ചെയ്ത് പോകുമ്പോ 3 ബോക്സിലല്ലേ ആകെ ആരോസ് വരുള്ളൂ. 3 ബോക്സിൽ 2 ബോക്സേ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ആയിട്ടുള്ളൂ. 1 കൂടി വേണം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുള്ള ബോക്സിന്റെ എണ്ണം 2 മറ്റേത് ഇൻകംപ്ലീറ്റ് ആണ് കേട്ടോ. അപ്പൊ അതങ്ങനെ എഴുതാനായിട്ട് പറയും. അങ്ങനെ ഈ 2 ബോക്സ് എഴുതാന്നുള്ളതാണ് VBT തിയറിയുടെ തിയറി. ക്ലിയർ? മാക്സിമം ഫില്ല് ചെയ്യുക, തന്നിരിക്കുന്ന അതേപോലെ ആദ്യം ആ ബോക്സിൽ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിനെ മാക്സിമം കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്ത് പോവാന്ന് പറയുമ്പോൾ ആരോസ് രണ്ടും എന്തോരം 2 വെച്ച് ഫില്ല് ചെയ്യാൻ പറ്റും അത്രയും ഫില്ല് ചെയ്യുക. അതാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? അങ്ങനെയാണ് എഴുതാൻ പറയാം. Now the 2 3D orbitals, 1 4s orbitals, 3 4p orbitals undergo. അപ്പൊ ഇവിടെ നോക്കിയേ, D എന്ന് പറയുന്ന ഓർബിറ്റലിന് എത്ര ഫില്ല് ചെയ്യാനുണ്ട്? ഡിയില് എത്ര ഇനി ഫില്ല് ചെയ്യാനുണ്ട്? ഞാൻ പറയുന്ന പേജ് നമ്പർ 5 ഫിഗർ നോക്കുന്നുണ്ടോ നിങ്ങള്? അതില് 2ാമത്തെ സെക്ഷൻ കണ്ടോ? ഏറ്റവും അടിയിലത്തെ ഫിഗർ കണ്ടോ? ബോക്സുകൾ കണ്ടോ? അതിലിനി എത്ര ഫില്ല് ചെയ്യാനുണ്ട്? 2 ബോക്സ്, ഡിയിലെ 2 ബോക്സ്, എസിന്റെ 1 ബോക്സ്, പിയിലെ 3 ബോക്സ് അല്ലേ? അതാണ് ചോദിച്ചത്. അപ്പൊ ഡി എന്ന് പറയുന്നതിൽ 2 ഉള്ളതുകൊണ്ട് D2. എസിൽ ഇനി 1 ഫില്ല് ചെയ്യാനുണ്ട്, പിയിൽ 3. അപ്പൊ നമുക്ക് അതിന് എന്ത് പറയാം? D2sp3. അങ്ങനെയാണ് ആ ഹൈബ്രിഡൈസേഷന്റെ പേര് വരിക. അപ്പൊ ഇങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷമേ നമുക്ക് ഹൈബ്രിഡൈസേഷൻ ഏതാണെന്ന് എഴുതാൻ പറ്റുള്ളൂ. അതേസമയം നമ്മൾ 5 ബോക്സിലും ഓരോന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ആൻസർ അല്ല. കാരണം ബോക്സുകളെല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്ത് പോകുമ്പോഴാണ് വാക്കന്റ് ആയിട്ട് കിടക്കുന്ന സ്പേസ് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ തിയറിയില്ലേ, ചിലയിടത്ത് ഫില്ലായി കിടക്കും, ചിലയിടത്ത് ഫില്ലായിട്ട് കിടക്കില്ല എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഫില്ലായിട്ട് കെടുക്കാത്തത് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെ ഒരുമിച്ച് പറയുന്നതാണ് ഹൈബ്രിഡൈസേഷൻ. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമുക്ക് ഇനി ഫില്ല് ചെയ്യാനുള്ളത് ഡിയിൽ 2, എസിൽ 1, പിയിൽ 3. അങ്ങനെ നമ്മള് D2sp3 എന്ന് പറയുന്നതാണ് FeCN63 ടൈംസിന്റെ ഹൈബ്രിഡൈസേഷൻ. അപ്പൊ D2sp3 ഹൈബ്രിഡൈസേഷൻ ടു ഫോം 6 ന്യൂ ഓർബിറ്റൽസ്. ഇനി 6 ന്യൂ ഓർബിറ്റൽസ് ഫില്ല് ചെയ്യാനുണ്ട്. 6 pairs of electrons, 1 from each Cn minus ions. These occupy 6 hybrid orbitals. Thus, complex has octahedral geometry. അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഇതിന് ഒക്ടാഹീഡ്രൽ ജോമെട്രി ആണ് ഇതിന് വരാ. പാരാമാഗ്നറ്റിക് ആണ്, ഒരു അൺപെയർഡ് ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട്. ഇനി ഇൻ ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് സിൻസ് ദ ഇന്നർ ഡി ഓർബിറ്റൽസ് ആർ യൂസ്ഡ് ഫോർ ഹൈബ്രിഡൈസേഷൻ. നമ്മൾ ഇനിയിപ്പോ ഇന്നറിലുള്ള 3D ഓർബിറ്റൽസിനെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഹൈബ്രിഡൈസേഷൻ ഇന്നർ ഹൈബ്രിഡ് ഓർബിറ്റൽ എന്നോ ലോ സ്പിൻ ഓർ സ്പിൻ പെയർഡ് കോംപ്ലക്സ് എന്നൊക്കെ പറയും. ഡി നമ്മുടെ ഹൈബ്രിഡൈസേഷനിൽ ഉണ്ടെങ്കിൽ. sp3 എന്ന് പറയുന്നതിൽ ഡി ഇല്ല. ഡി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇന്നർ ഓർബിറ്റൽ അല്ലെങ്കിൽ സ്പിൻ പെയർഡ് ഇലക്ട്രോൺ പെയർഡ് കോംപ്ലക്സ് എന്ന് പറയും. മനസ്സിലായോ? ഇനി ഇതേപോലെ അടുത്ത ഒരാളെ തന്നിരിക്കുകയാണ് Fe(F6)3 നെഗറ്റീവ്. സെയിം തന്നെ. എന്താണ് നമ്മുടെ Fe എന്ന് പറഞ്ഞാൽ 3d6 4s2 ആണ്. അതിൽ Fe3+ പോയി, അപ്പൊ 3d 4s 4p അങ്ങനെ വന്നു. പിന്നെ നേരത്തെ എഴുതിയ പോലെ തന്നെ നമ്മൾ എന്ത് എഴുതുന്നു? ആദ്യത്തതിൽ 5 വെച്ച് കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ വരാൻ നോക്കാം. In this complex, coordination number of Fe is 6. Hence, number of vacant orbitals required is 6. Presence of ligand F, the electrons in 3D level do not get paired. ഇവിടെ നമ്മൾ പറയുന്നത് നമുക്കിനി 6 എണ്ണാണ് നമ്മുടെ Feക്ക് ഉള്ളത്. ഇനി 6 സ്പേസുകൾ, 6 വാക്കന്റ് സ്പേസിലാണ് വന്ന് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഇപ്പൊ എഫ് എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ആയതുകൊണ്ടും 3D ഇലക്ട്രോണുകളിലായതുകൊണ്ടും അത് വേറൊരു എലമെന്റുകളെ ആയിട്ട് കൂടിച്ചേരത്തില്ല. മനസ്സിലായോ?
F6ന്റെ കാര്യം മാത്രമാണ് കേട്ടോ പറയണത്. FE എന്ന് പറയുന്നതിൽ ഇനി 6 സ്പേസ് അല്ലേ ഇനി ഫില്ല് ചെയ്യാനുള്ളത്. 5 വെച്ച് പോകുമ്പോ നേരത്തെ ഫിഗറിൽ കണ്ടില്ലേ, ബിയില് 2 എസ്സിൽ 1 പിയില് 3 അങ്ങനെ 6 അല്ലേ ഇനി വന്ന് ഫില്ല് ചെയ്യാനുള്ളത്. അപ്പൊ ഈ 6 അതിലുണ്ട്, 5 അതിലുണ്ട്, 6 പേര് വന്ന് ചേരണം. പക്ഷെ ഇതൊരു ലിഗാൻഡ് ആയതുകൊണ്ട് ഇവിടെ 3D എന്ന് പറയുന്നത് മറ്റാളായിട്ട് കൂടിച്ചേരത്തില്ല. ലിഗാൻഡ് എന്ത് ചെയ്യും, ബാക്കി 2 സ്പേസ് ഉള്ളതിൽ ആരും വന്ന് വേറൊരു കോമ്പൗണ്ടിനായിട്ട് കൂടിച്ചേരുമ്പോഴാണല്ലോ അവരുടെ നിന്ന് മേടിച്ചിട്ട് ഇവര് ഫില്ല് ചെയ്തിട്ട് സ്റ്റെബിലിറ്റി കിട്ടുന്നത്. അങ്ങനെ കിട്ടിയില്ല. മനസ്സിലായോ? കാരണം F എന്ന് പറയുന്നത് ഒരു ലിഗാൻഡ് ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പോ ഇവിടെ 1 4s orbital, 3 4p orbitals and 2 4d orbitals undergo നേരത്തെ പറഞ്ഞ D2sp3 അല്ലെങ്കിൽ sp3d2 hybridization ആണ്. അങ്ങനെ 6 ന്യൂ ഓർബിറ്റൽസ് ആണ് ഉണ്ടാവുക. These hybrid orbitals overlap with filled orbitals of ligand to form a ligand metal coordinate bond. അപ്പൊ ഇവരെന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ തന്നെ വാക്കന്റ് ആയി നിൽക്കുന്ന വേറൊരു കോമ്പൗണ്ടിനായിട്ട് ഇവർ കൂടിച്ചേരും. ഇതുപോലെ നിൽക്കുന്ന ആ കോമ്പൗണ്ടിന്റെ പേര്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ലിഗാൻഡ് മെറ്റൽ കോർഡിനേറ്റ് കോമ്പൗണ്ട് എന്ന് പറയാം. കാരണം ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള ആള് ലിഗാൻഡ് ആണ്, അതുകൊണ്ടാണ് ആൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ ഇരിക്കുന്നത്. അപ്പൊ അത് വേറൊരു മെറ്റൽ അതിന്റെ കൂടെ വന്ന് ചേരുന്നതുകൊണ്ട് ലിഗാൻഡ് മെറ്റൽ കോർഡിനേറ്റ് ബോണ്ട് എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. അപ്പൊ 3Dയിൽ 5 ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, sp3 ഹൈബ്രിഡ് ഓർബിറ്റൽ. ഇനി നമുക്ക് എസ്സിൽ 1 പിയില് 3 ഡിയില് 2 അങ്ങനെ 6 ഓർബിറ്റൽസ് അല്ലേ വേണ്ടത്. അങ്ങനെയുള്ള sp3d2 എന്ന് പറഞ്ഞ ഒരു മെറ്റൽ ഇതിന്റെ കൂടെ വന്ന് ചേരുന്നു. മനസ്സിലായോ? അതാണ് മൂന്നാമത്തെ ഫിഗർ തന്നിരിക്കുന്നത്. എസ്സില് 2 വെച്ച് പിയിലെ 3 ഡിയിലെ 2 കണ്ടോ ചേർന്നിരിക്കുന്നത്. അപ്പൊ അവര് വന്ന് ചേർന്ന ഒരിതാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അതിന് സ്റ്റെബിലിറ്റി കിട്ടുന്നു. കാരണം 3D അപ്പോഴും ഫില്ലായിട്ടില്ല. 3Dയിൽ 5 ഉള്ളൂ. 3Dയിൽ ശരിക്കും 10 വേണ്ടേ. 3D അപ്പൊ ഫില്ലായില്ല, 5 ഉള്ളൂ. sp3 എന്ന് പറയുന്നത് എന്തായി, വേറൊരു മെറ്റൽ ആണത്. അത് ഇവിടെ വന്ന് കൂടിച്ചേരാ ചെയ്തത്. അപ്പൊ എന്തായി, അതിനൊരു സ്റ്റെബിലിറ്റി കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഹൈബ്രിഡൈസേഷൻ sp3d2 ആണ്. അപ്പൊ ഈ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടാഹെഡ്രൽ ആണ്. അവിടെ 5 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇത് ഹൈലി പാരാമാഗ്നറ്റിക് ആണ്. പിന്നെ ഈ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഔട്ടർ 4D ആണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അത് പുറത്തുള്ള 4D ആണ് ഇതിന്റെ കൂടി ഇനി എക്സ്ട്രാ ഒരാൾ കൂടി ചേരുന്നത്. ഇപ്പൊ നമ്മൾ 4s എഴുതിയപ്പോ 4p കൂട്ടിച്ചേർത്തില്ലേ. മുമ്പത്തെ കോമ്പൗണ്ടിൽ നമ്മൾ 4s വരെ മതി, പക്ഷെ നമ്മൾ 4p കൂടി ചേർത്തില്ലേ. അതേപോലെ ഇതിൽ നമ്മൾ ആരെ ചേർക്കണം, ഒരു എക്സ്ട്രാ. നമ്മൾ 4p കഴിഞ്ഞാൽ 4D ചേർത്തു. കാരണം 4D നമ്മൾ ചേർത്തു. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒരു എക്സ്ട്രാ വെറുതെ ഒരാളെ ചേർത്തത് 4D ആണ്. അപ്പൊ ഇവിടുത്തെ ഈ 4D എന്ന് പറയുന്ന പുറത്തുള്ള ആളുകൾ എഴുതുകൊണ്ട് ഈ ഇവിടുത്തെ ഓർബിറ്റൽ നമ്മൾ ഔട്ടർ ഓർബിറ്റൽ എന്നാണ് പറയുന്നത്. മുമ്പ് 3D ഇന്നർ ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ അത് മുന്നത്തെ ആളാണ് അയാള്. പക്ഷെ ഓഫ്ബോ പ്രിൻസിപ്പിൾ അനുസരിച്ച് എന്താണ്, അയാള് ഉള്ളിലത്തെ ആളായതുകൊണ്ടാണ് ഇന്നർ ഓർബിറ്റൽ എന്ന് പറഞ്ഞത്. ഇയാള് പുറത്തുള്ള 4D ആയതുകൊണ്ട് ഔട്ടർ ഓർബിറ്റൽ എന്ന് പറയും. ഇനി നമ്മളൊരു മൂന്നാമത്തെ ആള്. ഇതൊക്കെ ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക, 2 പ്രാവശ്യം എഴുതി ടേബിള് വരച്ച് എഴുതി നോക്കാട്ടോ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. വരച്ച് അതിൽ നോക്കി കംപ്ലീറ്റ് ചെയ്ത് വരച്ച് കഴിയുമ്പോൾ മാത്രമേ ഇത് എന്താ കൺസെപ്റ്റ് എന്ന് ക്ലിയർ ആവുള്ളൂ. മൂന്നാമത്തത് നിക്കൽ CN4 times 2-. നിക്കലിന്റെ കോൺഫിഗറേഷൻ എന്താ തന്നിരിക്കുന്നത്? എത്ര ആളെ കൊടുക്കുന്നുണ്ട്? നിക്കൽ ഈസ് ഇൻ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവിടെ എഴുതിയൊക്കെ കാണില്ലേ നിങ്ങള്? എഴുതിയതാ ഞാൻ ചോദിക്കണേ. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ 2 പേര് അവര് കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോ ഈ 3D8 4s2 ആളെ കൊടുക്കുമ്പോ എന്തായി മാറും? അത് 3D8 4s2 പോയാ പിന്നെ എന്താ അവിടെ ഉള്ളത്? എന്താ തുഷാരെ പറഞ്ഞേ? 3D8 ഉള്ളോ? പിന്നെ എന്താ പറയാൻ ഇത്ര വിഷമം? 3D8 4s0 4p0 അല്ലേ. അപ്പൊ Ni 2 പോയി. അപ്പൊ 3D8 4s0 4p0 അല്ലേ. അതിനെ ഫിഗറിൽ വരയ്ക്കുമ്പോ ഡിയിൽ എത്ര കൊള്ളും? എത്ര ബോക്സ് വേണം ഡിയില്? 5 ബോക്സ് വേണം. ഇവിടെ 8 എത്ര എണ്ണമായിട്ട് ഫില്ല് ചെയ്യും? 4 ഈ 4 ഫസ്റ്റ് ഫിഗറിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്? എല്ലാം ഫില്ല് ചെയ്തു. ഫസ്റ്റ് നമ്മൾ അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ബോക്സ് എല്ലാം ഫില്ല് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമതാണ് നമ്മൾ അതിനെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്യുന്നത്.
അത് നമ്മള് ഡിയിലെ എല്ലാത്തിനും ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഡീനെ നമ്മള് 3Dനെ ലാസ്റ്റിലേക്ക് നോക്കുക. അപ്പൊ അതിലെന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, നിക്കലിൽ അത് ഇതുപോലെ തന്നെ നിക്കലും ലിഗാൻഡ് ആണ്. അപ്പൊ അവരെങ്ങനെയാണോ നിൽക്കുന്നത് അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ, കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റൂല. അപ്പൊ നമ്മൾ അതേപോലെയുള്ള മറ്റൊരു കോമ്പൗണ്ട് വന്ന് അതിലേക്ക് ചേരാണ്. ഇനി നമുക്ക് വേണ്ടത് 4s ഒരെണ്ണം, 3p 3 അങ്ങനെ 4 ഇവർക്ക് വേണ്ടത്. അപ്പൊ 4 ഉള്ള ഒരു മെറ്റൽ ഇതിന്റെ കൂടെ വന്ന് ചേരാണ് ചെയ്തത്. അല്ല, ഞാൻ പറയാം. മൂന്നാമത്തെ ഞാൻ നാലാണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത്, അതാ പറ്റിയത്. മൂന്നാമത്തതില് നമ്മൾ ഈ പറഞ്ഞ എന്താണ്, 5 നമ്മൾ ഫില്ല് ചെയ്തു. എന്നിട്ട് 5 നമ്മൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തപ്പോ എന്തായി മാറി? ആദ്യത്തെ 4 കംപ്ലീറ്റ്ലി ഫില്ലായി അല്ലെ? ബാക്കി ഒരെണ്ണം ഉണ്ട്, 4s ഒരെണ്ണം, 3p 3 എത്ര മൊത്തം 5 ആൾക്കാരുണ്ട്. അങ്ങനെ 5 ആൾക്കാർ ഇതിന്റെ കൂടെ വന്ന് മിക്സ് ആയി. അപ്പൊ അതിന്റെ DsP2, ഡിയിൽ ഒരെണ്ണം, എസ്സിൽ ഒരെണ്ണം, പിയിൽ 2 അപ്പൊ നമ്മൾ എന്താ DsP2 ഹൈബ്രിഡൈസേഷൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ നമുക്ക് 4 ഓർബിറ്റൽസിന്റെ എണ്ണാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നമ്മൾ പിയിൽ നിന്ന് 2 എടുക്കുന്നുള്ളൂ, 3 എടുക്കുന്നില്ല, 2 എടുക്കുന്നുള്ളൂ കേട്ടാ. 4 മതി. അതുകൊണ്ട് 1 4s ഓർബിറ്റലും 2 4p ഓർബിറ്റൽസും കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? NiCN4 ടൈംസ് കംപ്ലീറ്റ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അത് പറയുന്നത്. അടിയത്തത് മനസ്സിലായല്ലോ? CnICl4 ടൈംസ് 2 മനസ്സിലായില്ലേ? ഞാനിപ്പോ പറഞ്ഞത് തന്നെ. അത് ലിഗാൻഡ് ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല, കംപ്ലീറ്റ്ലി ഫിൽ ആവില്ല. എങ്ങനെയാണോ അത് നിൽക്കുന്നത് അതേപോലെ നിൽക്കും. ബാക്കി 4sഉം 4p വന്ന് മിക്സ് ആവും. അപ്പൊ 4 ആപ്ലിക്കേഷൻസ് ഓഫ് VBT 4 പഠിക്കണം. 4 തരാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തേത് നോക്കിയേ, FeCN6 3- എന്ന് പറഞ്ഞാല് അത് Fe 26ാമത്തെ എലമെന്റ് ആണ്. ഞാൻ പറയുന്ന സെന്റൻസിലൂടെ പോവാട്ടാ. FeCN Fe26 ആണ്. അപ്പൊ അതിന്റെ കോൺഫിഗറേഷൻ 3d6 4s2 ആണ്. അതിൽ നിന്ന് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് 3 പേരെ പോയി. അപ്പൊ അത് 3d5 ആയിട്ട് മാറി. അതിന്റെ കൂടെ എസിനെയും പിന്നെയും 2 എലമെന്റ് അപ്പുറത്തതും കൂടി എഴുതി 4sഉം 4p. 4s ഓൾറെഡി ഉണ്ടായിരുന്നതാണ്, 4p നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ 3Dയിൽ ഇപ്പൊ 5 ഉള്ളൂ. അതുകൊണ്ട് ബോക്സ് 10 അടങ്ങുന്ന ബോക്സിൽ 5 ഇപ്പൊ ഫില്ലായിട്ടുള്ളൂ. അപ്പൊ അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് കംപ്ലീറ്റ്ലി ഫില്ലാക്കിയപ്പോ ആദ്യത്തെ 2 ബോക്സ് കംപ്ലീറ്റ്ലി ഫില്ലായി, മൂന്നാമത്തത് കംപ്ലീറ്റ്ലി ആയില്ല, ഇൻകംപ്ലീറ്റ് ആയി. ബാക്കി ഇനി 5 ഫില്ല് ചെയ്യാനുള്ളത്. 4p 3, 4s 1, 3Dയിൽ 2. അതുകൊണ്ട് അതിന്റെ sp3d2 ഹൈബ്രിഡൈസേഷൻ ആണ് അതിന് കിട്ടുന്നത്. ആദ്യത്തെ മനസ്സിലായോ? രണ്ടാമത്തത് FeF6 3- എന്ന് പറഞ്ഞാൽ ഇതേപോലെ Fe 3d6 4s2 ആണ്. ഇതിന് 3 ഓക്സിഡേഷൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇതിനെ ഇതേപോലെ 5 മിക്സ് ചെയ്യും. പക്ഷെ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് നമ്മുടെ എഫിന്റെ ലിഗാൻഡ് ആണ്. അതുകൊണ്ട് എഫ് എങ്ങനെയാണോ നിൽക്കുന്നത് അതിലേക്ക് വന്ന് ആഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് 5ഉം ഇൻകംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫില്ലായി കിടക്കും. അപ്പൊ അതിന് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 4sഉം 3p 3d ആണ് വേണ്ടത്. 3Dയിൽ 2 അതേപോലെ 4s 1, 3p 3. അങ്ങനെ ഫില്ല് ചെയ്തൊരു മെറ്റൽ ഇതിന്റെ കൂടെ വന്ന് ചേരാ ചെയ്തത്. അങ്ങനെയാണ് FeF6 വന്നത്. അപ്പോൾ നമുക്ക് അതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3d2 ഹൈബ്രിഡൈസേഷൻ ചേർന്നിട്ട് കംപ്ലീറ്റ്ലി ഫില്ല്. മൂന്നാമത്തത് NiCN4 ടൈംസ് 2- ആണ്. നിക്കൽ 28ാമത്തെ എലമെന്റ് ആണ്. 3d8 4s2 ആണ്. +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയതുകൊണ്ട് 2 അതിൽ നിന്ന് പോവും. അപ്പൊ 3d8 ആണ്. ആദ്യത്തെ ബോക്സിൽ ഇതുപോലെ 8 നമ്മൾ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തു. രണ്ടാമത്തെ ബോക്സിൽ നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് ഫസ്റ്റത്തേൽ ഫില്ല് ചെയ്തു. രണ്ടാമത്തേൽ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തപ്പോൾ 3Dയിൽ 1 ബാക്കിയുണ്ട്, എസ്സിൽ 1, പിയിൽ 3. മനസ്സിലായോ? പക്ഷെ പിയിലെ 3 2 നമുക്ക് ആവശ്യമുള്ളൂ ഈ കേസിൽ കേട്ടാ. അപ്പൊ അതുകൊണ്ട് 4pയിൽ 2 നമ്മൾ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് 4 ഇവിടെ വന്ന് ജോയിൻ ആകുന്നത്. ഡിയിൽ 1, എസ്സിൽ 1, പിയിൽ 2. അങ്ങനെ 4 ബോക്സ് ഉള്ള ഒരു മെറ്റൽ ആണ് ഇതിൽ വന്ന് CN4 ടൈംസ്. കണ്ടോ, CN എത്ര എണ്ണം ഇവിടെ തന്നിട്ടുണ്ട്? 4 ടൈംസ് ആണ്. അപ്പൊ അതുകൊണ്ട് 4 ബോക്സുകളാണ് ഇവിടെ വന്ന് ചേർന്നത്. അങ്ങനെയാണ് അതിന്റെ ഫില്ലിംഗ് ഓർഡർ. മനസ്സിലായോ? ഇനി നിക്കൽ Cl4 ടൈംസ് 2- എന്ന് പറഞ്ഞാല് നിക്കൽ ഇതേപോലെ 28 ആണ്. 3d8 4s2 ആണ്. അതിൽ 2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെയാണ്. അപ്പൊ 3d8 വന്നു. ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തു. പക്ഷെ ഇത് ലിഗാൻഡിന്റെ കേസ് ആയതുകൊണ്ട്
നമ്മൾ ഇത് എങ്ങനെയാണോ ഫില്ല് ചെയ്തിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ കിടക്കും. അപ്പൊ ബാക്കിയുള്ള 4s 4p 3 അങ്ങനെ 4 തന്നെ. നേരത്തെ വന്ന നാലാൾ തന്നെയാണ് നേരത്തെ വന്നത്, അതേ 4 തന്നെ ഇവിടെ വന്ന് ചേരും. പക്ഷെ എന്താണ് മറ്റേതിന്റെ പോലെ കംപ്ലീറ്റ് ആയിട്ടായിരിക്കില്ല. അതുകൊണ്ടാണ് എന്താ ഇവിടെ ഈ CN അല്ല NiCl4 2- എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാവും. മനസ്സിലായോ? ഇങ്ങനെയാണ് 4 കോമ്പൗണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അപ്പൊ എഴുതിപ്പിക്കും കേട്ടോ. എനിക്ക് എൻ്റെ അത് വാട്സപ്പ് ചെയ്ത് തരണം ആ നിമിഷം. ഇതിൽ 4 ഏത് വേണമെങ്കിലും ഞാൻ ചോദിക്കും. ഇപ്പൊ എഴുതണ്ട, ഇപ്പൊ എന്താ എഴുതണ്ടേന്ന് വെച്ചാല് NiCl4 2- എങ്ങനെ എഴുതണ്ടേന്ന് വെച്ചാൽ അതിന്റെ നിക്കലിന്റെ കോൺഫിഗറേഷൻ എഴുതാ, അതിൽ നിന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതാണെന്ന് എഴുതാ, അപ്പോ അതിന്റെ കോൺഫിഗറേഷൻ എന്താ മാറ്റം വരാന്ന് എഴുതാ, ഈ 3 ഫിഗർ എഴുതാ. അത്രേ ഉള്ളൂ. 6 സ്റ്റെപ്പാണ് എനിക്ക് എഴുതി കാണിച്ചു തരുന്നത്. 3 എഴുതാൻ. എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്, എന്താണ് അതിന്റെ കോൺഫിഗറേഷൻ, അതിൽ നിന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ മാറ്റം വന്നിട്ടുള്ള കോൺഫിഗറേഷൻ, പിന്നെ 3 ബോക്സ്. ക്ലിയർ? ഇങ്ങനെ എല്ലാത്തിന്റെയും 2-3 പ്രാവശ്യം ഒന്ന് എഴുതി നോക്കിയാൽ ഈ സാധനം എന്താണെന്ന് പിടികിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഇതേപോലത്തെ ഒരു കോമ്പൗണ്ട് അന്ന് എഴുതാൻ പറ്റില്ല. എക്സാമിന് ഈ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടാ.